നമസ്കാരം. ഇന്നത്തെ ലൈവ് ആരംഭിക്കുകയാണ്. എല്ലാവരും എത്തിയോ? എത്തുന്നവരെല്ലാവരും കമൻറ്റിലൊരു ഹായ് ഇടണേ. ശബ്ദം കേൾക്കുന്നുണ്ടോ, വീഡിയോ കാണുന്നുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക. എല്ലാവരും എത്തിയോ? കുറച്ച് പേര് എത്തട്ടെ, എന്നിട്ട് നമുക്ക് ലൈവ് തുടങ്ങാം. ഞാനിവിടെ ഉണ്ട്. ആരും വരുന്നില്ലേ? ജയശ്രീ ജോൺ ഹായ് പറഞ്ഞിട്ടുണ്ട്. പോയി എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരൂ, എന്നിട്ട് നമുക്ക് ഇവിടുത്തെ കഥ തുടങ്ങാം. അജിത് രാജ് വന്നിട്ടുണ്ട്. ഹായ്. കേൾക്കുന്നുണ്ടല്ലോ എല്ലാവർക്കും? ശബ്ദത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ? കഴിഞ്ഞ 2 മാസമായിട്ട് കൂട്ടക്ഷരങ്ങൾ പേജിൽ അവധിക്കാല ക്വിസ് മത്സരങ്ങൾ നടത്തുകയാണ്. ചൊവ്വാഴ്ചയും ഞായറാഴ്ചയും ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക്. പല ഹോസ്റ്റുകൾ നമുക്കുണ്ടായിരുന്നു. സിൽവി മൈക്കിളിൻ്റെ രസകരമായ ലൈവ് ക്വിസുകൾ ഉണ്ടായിരുന്നു. ഷിജു ജോബുവിൻ്റെ കുറച്ച് ബുദ്ധിപരമായിട്ടുള്ള ചോദ്യങ്ങളുമായിട്ടുള്ള ക്വിസുകൾ ഉണ്ടായിരുന്നു. താര സുഭാഷിൻ്റെ സാഹിത്യ സംബന്ധിയായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുള്ള ക്വിസ് ഉണ്ടായിരുന്നു. നമ്മുടെ മുർഷിദ പർവീണിൻ്റെ രസകരമായ കുസൃതി ചോദ്യങ്ങളുമായിട്ടുള്ള ക്വിസ് ഉണ്ടായിരുന്നു. പിന്നെ സ്ഥിരം പോരാളിയായ എൻ്റെ വക ലൈവുകൾ ഉണ്ടായിരുന്നു. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു അവധിക്കാലം കുറച്ച് സമയം കൂട്ടക്ഷരങ്ങളോടൊപ്പം രസകരമായി ചെലവഴിക്കുക, കുറച്ച് ഓർമ്മ നമ്മുടെ പരീക്ഷിക്കുക, നിങ്ങളുടെ ഗൂഗിൾ ചെയ്യാനുള്ള കഴിവുകൾ എത്രത്തോളം ഉണ്ട് എന്ന് പരീക്ഷിക്കുക തുടങ്ങിയവയൊക്കെയാണ് ഈ ഒരു ക്വിസിലൂടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ അവസാനത്തെ ലൈവാണ് ഈ അവധിക്കാലത്തെ. ഇന്നത്തോടുകൂടി നമ്മുടെ ഈ അവധിക്കാല ക്വിസ് റാപ്പപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് എത്രത്തോളം മലയാളം എഴുതാനറിയാം എന്നുള്ള ഒരു പരീക്ഷണമാണ്. അപ്പോൾ ഇന്നത്തെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഞാൻ തയ്യാറാക്കിയതാണ്. പക്ഷേ ബഹുഭൂരിപക്ഷം ചോദ്യങ്ങളും നമ്മുടെ തന്നെ ഒരു ബ്ലോഗറായ അജിത് രാജ് തയ്യാറാക്കി തന്നതാണ്. അജിത് രാജ് നോട് നമ്മൾ ലൈവ് ചെയ്യാൻ പറഞ്ഞു കഴിയുമ്പോൾ ഓരോ മുട്ടാപ്പൂക്ക് ന്യായീകരണമായിട്ട് വരും. അതാണ് ഇതാണ് തിരക്കാണ് പറ്റില്ല എന്നൊക്കെ. അപ്പോൾ ചോദ്യങ്ങൾ മാത്രം തന്നു, അപ്പം ഞാൻ അവതരിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നന്ദി. കലാദേവി ചോദിക്കുന്നു, സുഖമാണോ? സുഖമാണ്. ജെസ്സി ബാവൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. സുമാ ശ്രീകുമാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അജിത് രാജ് കേൾക്കാമെന്ന് പറയുന്നു. സുമാ ശ്രീകുമാർ മുൻപ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേര് കൂടി വരട്ടെ, എന്നിട്ട് നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. അതുവരേക്കും എന്താ ചെയ്യുക? നിങ്ങൾ ഇതുവരെ കണ്ട ഈ ലൈവുകളിൽ നിങ്ങളെ വളരെ ആകർഷിച്ച ഒരു ചോദ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവമോ ഒരു കമൻറ്റിലുണ്ടായ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. നമുക്കൊന്ന് ഓർമ്മകളിലൂടെ ഒന്നുകൂടി പോയി വരാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഏറ്റവും എൻജോയ് ചെയ്തത് ലൈവ് ചെയ്യുന്നതിനേക്കാൾ കമൻറ്റിൽ കിടന്ന് അടികൂടുന്നതിലാണ്. കാരണം ചുമ്മാ ഒരു രസത്തിന് നമ്മുടെ ഒരു കോളേജിലേക്ക് ഒരു വൈബ് തിരിച്ചു കിട്ടുന്നത് പോലെ നമ്മൾ കമൻറ്റ് ബോക്സിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിയും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയും ഒക്കെ സമയം ചെലവഴിക്കുകയാണ് പതിവ്. അതാണ് കുറച്ചുകൂടി രസകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലൈവ് ചെയ്യുമ്പോൾ ചോദ്യം ചോദിക്കണം, പോയിന്റ് എഴുതണം, കൂട്ടണം, കുറച്ച് പണിയുണ്ട്. ഇന്ന് ആദ്യമേ പറഞ്ഞേക്കാം, അജിത് രാജ് പറയുന്ന ഉത്തരങ്ങൾക്കൊന്നും പോയിന്റ് കിട്ടുന്നതല്ല. കാരണം അജിത് രാജാണ് ഇന്നത്തെ പല ചോദ്യങ്ങളും തയ്യാറാക്കി തന്നിട്ടുള്ളത്. അപ്പം അജിത് രാജിനെ ഇന്നത്തെ ക്വിസിൽ നിന്നും നമ്മൾ ഡീബാർ ചെയ്തിരിക്കുന്നു. അജിത് രാജിന് ഉത്തരം പറയാം, പക്ഷെ അജിത് രാജിന് പോയിന്റ് കിട്ടുന്നതല്ല. ഓക്കെ. സൗണ്ട് കുറവാണെന്ന് കലാദേവി പറയുന്നു. ആണോ? കേൾക്കുന്നില്ലേ? എൻ്റെ ശബ്ദം കുറവാണോ? മാക്സിമം ശബ്ദം ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്.
അപ്പോൾ കുറച്ച് പേരൊക്കെ ആയി. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. നമ്മുടെ ക്വിസിൻ്റെ നിയമം പഴയതുപോലെ തന്നെയാണ്. ശരി ഉത്തരം പറയുന്ന ആദ്യത്തെ 3 പേർക്കായിരിക്കും പോയിന്റ് കൊടുക്കുന്നത്. ആദ്യത്തെ 3 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്ക്രീനിലെ കമൻറ്റിൽ കാണിക്കുന്ന ആദ്യത്തെ 3 പേർ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫേസ്ബുക്കിൻ്റെ ലൈവിന് അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് കാണിക്കുന്ന ഓർഡറിലായിരിക്കില്ല നിങ്ങൾക്ക് കാണിക്കുന്നത്. നിങ്ങളുടെയാണ് ആദ്യം എന്ന് നിങ്ങൾക്ക് കാണിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്ക്രീനിൽ എങ്ങനെയാണോ കാണിക്കുന്നത് ആ ഓർഡറിൽ എടുക്കാൻ മാത്രമേ എനിക്ക് സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങളതിൽ പരിഭവിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഇതിന് ലാഗ് ഉണ്ടാവും. ചിലപ്പോൾ ചോദ്യം കേൾക്കുന്നതിന് മുമ്പേ ഉത്തരങ്ങൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം. ആ സമയങ്ങളിൽ ഫേസ്ബുക്ക് ഒന്ന് ക്ലോസ് ചെയ്യുക. പറ്റുമെങ്കിൽ എല്ലാ ആപ്പുകളും ഒരുമിച്ച് ക്ലോസ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഫേസ്ബുക്ക് എടുത്ത് പേജ് എടുത്ത് ലൈവിലേക്ക് വന്നാൽ ലാഗ് കട്ടായി കിട്ടും. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം. ഇന്നത്തെ ചോദ്യങ്ങൾ കൂടുതലും ഞാൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു മലയാളം പാട്ടിൻ്റെ കുറച്ച് പാടാൻ പറ്റുന്ന പാട്ടുകളാണെങ്കിൽ ഞാൻ പാടും. അതിലെ ഒരു വാക്ക് ഞാൻ ഒഴിവാക്കും. ആ വാക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അത് തെറ്റില്ലാതെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കമൻറ്റ് ചെയ്യണം. ഓക്കെ. ആത്മാവിനെ തേടുന്നുണ്ട് ബിനോ മാത്യു. ഡബിൾ ആത്മാവല്ലേ? ആത്മാവ് വരുമായിരിക്കും ആത്മാവ്. അപ്പോൾ ആ വാക്ക് കൃത്യമായി മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കമൻറ്റ് ചെയ്യണം. കൃത്യമായി ടൈപ്പ് ചെയ്ത് കമൻറ്റ് ചെയ്യുന്ന ആദ്യത്തെ 3 പേർക്കായിരിക്കും പോയിന്റ് കിട്ടുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ വാക്ക് കൃത്യമായി കണ്ടുപിടിക്കുകയും വേണം, അത് കൃത്യമായി ടൈപ്പ് ചെയ്യുകയും വേണം. മലയാളം പാട്ടുകളിൽ നിന്നുള്ള വാക്കുകളായിരിക്കും. ഓക്കെ. അപ്പം ഇന്നത്തെ ആദ്യത്തെ ചോദ്യം. ഈ പാട്ട് വളരെ പ്രശസ്തമായ ഒരു പാട്ടാണ്. ഷിബു ചക്രവർത്തിയാണ് ഇതിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത്. കണ്ണൂർ രാജൻ്റെ സംഗീതം, MG ശ്രീകുമാറാണ് ആലപിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനതിൻ്റെ കുറച്ച് പാടാം. ഏത് വാക്കാണ് ഞാൻ വിടുന്നതെന്ന് ശ്രദ്ധിക്കുക. ആ വാക്ക് കണ്ടുപിടിക്കുക, അത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, മനസ്സിലായല്ലോ? ഞാൻ പാടുന്ന പാട്ടിൽ ഞാൻ വിട്ടുപോകുന്ന ഒരു വാക്കുണ്ടാവും. ആ വാക്ക് കണ്ടുപിടിക്കുക, കമൻറ്റ് ചെയ്യുക. നല്ല തളിർ വെറ്റില നുള്ളി വെള്ളം തളിച്ചു വെച്ചേ, വെക്കം പുകല നന്നായി ഞാൻ വെട്ടി അരിഞ്ഞു വെച്ചേ, ഇനി നീ എന്നെന്റെ അരികിൽ വരും, കിളിപ്പാടും കുളിരാവിൽ ഞാൻ അരികിൽ വരാം, പറയൂ നീ മൃദുലി എന്തു പകരം തരും, നല്ല തത്ത കിളിച്ചുണ്ട വെറ്റില നൂറൊന്നു തേച്ചു തരാം, എന്റെ പള്ളിയറയുടെ വാതിൽ നിനക്കു തുറന്നേ തരാം, ലാലലാലാലല മാണിക്ക ചെമ്പഴുക്ക ഞാനിങ്ങെടുത്തു വച്ചേ എന്റെ വെറ്റില താമ്പാളത്തിൽ, ലാലലാലാലല മാണിക്ക ചെമ്പഴുക്ക ഞാനിങ്ങെടുത്തു വച്ചേ എന്റെ വെറ്റില താമ്പാളത്തിൽ. അപ്പം ഞാനൊരു വാക്ക് വിട്ടിട്ടുണ്ട്. ഫസ്റ്റത്തെ ലൈനിൽ തന്നെയാണ് വിട്ടിരിക്കുന്നത്. ആ മിസ്സിംഗ് വേർഡ് കണ്ടുപിടിക്കുക, അത് കമൻറ്റ് ചെയ്യുക. കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യണം. ഗൂഗിൾ ചെയ്ത് ആദ്യം പോയി ലിറിക്സ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ യൂട്യൂബിൽ പോയി കേട്ട് കണ്ടുപിടിക്കണം. അതിനുശേഷം ആ വാക്ക് കമൻറ്റ് ചെയ്യണം. കുറച്ച് പണിയുണ്ട്. പാട്ട് നന്നായെന്ന് അമൻ പറയുന്നു. നന്ദി അമൻ, താങ്ക് യു. ഉത്തരം വരട്ടെ. പാട്ട് മനസ്സിലായല്ലോ? ചിത്രം എന്ന ചിത്രത്തിൽ നിന്നുള്ള പാട്ടാണ്. ആദ്യത്തെ വരിയിൽ ആദ്യത്തെ വാക്കാണ് മിസ്സായിരിക്കുന്നത്. അത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ആദ്യ ഉത്തരം പറയുന്ന 3 പേർക്കായിരിക്കും പോയിന്റ്. ആത്മാവ് വന്നോ? ദുരാത്മാവാണോ എന്ന് ബിനോ മാത്യു ചോദിക്കുന്നുണ്ട്. ആത്മാവിനെ ഇന്ന് കാണാനില്ല. ആദ്യത്തെ വരിയിലെ ആദ്യത്തെ വാക്കാണ് ഞാൻ മിസ് ചെയ്തിരിക്കുന്നത്. ആ വാക്കാണ് നിങ്ങൾ കണ്ടുപിടിച്ച് അതിനകത്ത് കമൻറ്റ് ചെയ്യേണ്ടത്. പലരും പലതരത്തിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ടുള്ള വാക്ക് വേണം. ഇതുവരെ ഒരാൾ മാത്രമേ ശരിയായിട്ട് ഉത്തരം പറഞ്ഞിട്ടുള്ളൂ.
ആലോചിക്കുക. പലരും ഉത്തരം എഴുതുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വേണമെങ്കിൽ ഒന്നുകൂടി പോയി നിങ്ങൾ യൂട്യൂബിൽ കൃത്യമായി കേൾക്കുക. ആ വാക്കിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ പലപ്പോഴും പാടുന്ന ഒരു വാക്കല്ല അത്, അതിന് ചെറിയൊരു മാറ്റമുണ്ട്. അതെന്താണെന്നുള്ളതാണ്. 3 പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് വാക്ക്: ദൂരക്കിഴക്കുതിക്കിൻ മാണിക്യ ചെമ്പഴുക്ക ഞാനിങ്ങെടുത്തു വെച്ചേ എന്റെ വെറ്റില താമ്പാളത്തിൽ. ദൂരെ കിഴക്കുതിക്കിൻ, ദൂരെ കിഴക്കുതിക്കിൻ എന്നാണ് വാക്ക്. നമ്മൾ ദൂരെ കിഴക്കുതിക്കും എന്നൊക്കെ പാടിക്കൊണ്ടിരുന്നതാണ്, പക്ഷേ സത്യത്തിൽ ദൂരെ കിഴക്കുതിക്കിൻ എന്നാണ്. അപ്പൊ ആദ്യം പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായും ജയശ്രീ ജോൺ. ജയശ്രീ ജോണിനെ നമുക്ക് മത്സരത്തിൽ നിന്ന് ഡീബാർ ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ബാക്കിയുള്ളവർ പറയൂ. രണ്ടാമത് ഉത്തരം പറഞ്ഞിരിക്കുന്നത് എല്ലാവരും കിഴക്കുതിക്കും, കിഴക്കുതിക്കിൽ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ദൂരെ കിഴക്കുതിക്കിൻ എന്നാണ് വാക്ക്. ഓക്കെ, അത് രണ്ടാമത് പറഞ്ഞിരിക്കുന്ന അനില മേലവേട്. വേറെ ആരെങ്കിലും അതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടോ? അനിലയാണ് 1 പോയിന്റ്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ജിഷ ജോൺസൺ. ബാക്കി ഒരുപാട് പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ജെസ്സി ബാവൻ പറഞ്ഞിട്ടുണ്ട്. സാബറ ലത്തീഫി ദൂരെ കിഴക്കുതിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൂരെ കിഴക്കുതിക്കിൻ എന്നാണ് കേട്ടോ. വേറെ ഒരുപാട് പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അജിത് രാജ് കണ്ടുപിടിച്ചുകൊണ്ടുവന്ന ഒരു ചോദ്യമാണിത് കേട്ടോ. അപ്പോൾ എന്താ പറയാ, എല്ലാ പുകഴും ഒരുവനൊക്കെ എന്ന് പറഞ്ഞ പോലെ അജിത് രാജിന്റെ ആണ് ചോദ്യം. ഓക്കെ, 3 പേർക്കാണ് പോയിന്റ് കിട്ടുന്നത്. ജയശ്രീ ജോണിന് 1 പോയിന്റ്, അനില മേലേവീടിന് 1 പോയിന്റ്, ജിഷ ജോൺസന് 1 പോയിന്റ്. ഓക്കെ, ഇനി അടുത്ത പാട്ട്. ഇത് ഞാൻ കണ്ടുപിടിച്ചതാണ്. ഓക്കെ, ഇതിൻ്റെ വാക്ക് കൃത്യമായി ഒരു സെക്കൻഡ്, ഞാൻ ഈ ലിറിക്സ് ഒന്ന് എടുത്തോട്ടെ. ഓക്കെ, ഇതിൽ ഞാനൊരു വാക്ക് വിടും. ആ വാക്ക് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കുക, ഒപ്പം കമന്റ് ചെയ്യുക കൃത്യമായിട്ട്. ഓക്കെ, പാടട്ടെ. പൂവിതളിന്മേൽ ബ്രഹ്മം രചിക്കും നീഹാരബിന്ദുവായി നാദം ശ്രീലവസന്ത സ്വരഗതി മീട്ടും ലാലലാലലാകാലം അഴകിൻ നീറൻ നീലാഞ്ജനം ചുറ്റി ഹരിചന്ദന ശുഭഗന്ധമുണർത്തി അപ്സര കന്യതൻ താളവിന്യാസ ത്രികാലജതിയായി ത്രിസന്ധ്യകൾ ആ ആ ആ ദേവദുന്ദുബി സാന്ദ്രലയം ദിവ്യവിഭാത സോപാന രാഗലയം. ഞാൻ വിട്ട വാക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കണം, അത് കമന്റ് ചെയ്യണം. പൂവിതളിന്മേൽ ബ്രഹ്മം രചിക്കും നീഹാരബിന്ദുവായി നാദം ശ്രീലവസന്ത സ്വരഗതി മീട്ടും ഡാഷ് 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 കാലം. നോക്കട്ടെ ആരാണ് അടിക്കുന്നതെന്ന് കൃത്യമായിട്ട്. ആരെങ്കിലുമൊക്കെ ഉത്തരം പറയുന്നുണ്ടോ? പൂവിതളിന്മേൽ ബ്രഹ്മം രചിക്കും നീഹാര ബിന്ദുവായി നാദം
ശ്രീല വസന്ത സ്വരഗതി മീട്ടും ഡാഷ് 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 കാലം. ഇത് എന്നെന്നും കണ്ണേട്ടന്റെ എന്ന ചിത്രത്തിൽ ജെറി അമൽദേവ് സംഗീതം നൽകി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചിച്ച ഗാനമാണ്. പാടിയിരിക്കുന്നത് KJ യേശുദാസ്. നോക്കട്ടെ ആരൊക്കെ ഉത്തരം പറയുമെന്ന്. അജിത് രാജിന് പോയിന്റ് ഇല്ല കേട്ടോ, ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. അജിത് രാജ് ഒഴിച്ചുള്ള 3 പേർക്കായിരിക്കും പോയിന്റ്. ഇമാതിരി ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഈ ലൈവ് ഞാൻ റദ്ദ് ചെയ്യുമെന്ന്. അങ്ങനെയൊന്നും പറയല്ലേ പ്ലീസ്. അപ്പോ പാട്ട് ഞാൻ പറഞ്ഞല്ലോ, എന്നെന്നും കണ്ണേട്ടന്റെ എന്ന ചിത്രത്തില് ജെറി അമൽദേവ് സംഗീതം നൽകി KJ യേശുദാസ് പാടിയ കൈതപ്രം രചിച്ച പാട്ടാണിത്. നോക്കട്ടെ ആരെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുന്നുണ്ടോന്ന്. കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുകയും വേണം കേട്ടോ മലയാളത്തിൽ. ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഏതാ പാട്ട് എന്ന് സാബിറ ലത്തീഫ് ചോദിക്കുന്നു. ഇത് ദേവദുന്ദുബി സാന്ദ്രലയം എന്നുള്ള എന്നെന്നും കണ്ണേട്ടന്റെ പാട്ടാണ്. അസലായി പാടിയെന്ന് ചുമ്മാ ആളെ പറ്റിക്കാനാണെങ്കിൽ ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയണേ. ഓക്കെ, ആരൊക്കെയാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് നോക്കട്ടെ. ജിഷ ജോൺസൺ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. കച്ചബി വീണയായി മാറി കാലം എന്നാണേ. ജിഷയ്ക്ക് ഒരു പോയിന്റ്, ജിഷ ജോൺസൺ ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ആർക്കാണ്? അജിത് രാജ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അജിത് രാജിന് പോയിന്റ് കൊടുക്കണം. അത് അജിത് രാജ് പറഞ്ഞ ചോദ്യമല്ല, അതുകൊണ്ട് അജിത് രാജിന് ഒരു പോയിന്റ് കൊടുക്കാം അല്ലേ. അജിത് രാജ് തന്ന ചോദ്യത്തിനാണെങ്കിൽ മാത്രമേ അജിത് രാജിന് പോയിന്റ് ഇല്ലാത്തുള്ളൂ. ഇതിനൊരു പോയിന്റ്. ഓക്കെ, അടുത്ത മൂന്നാമത് ഉത്തരം പറഞ്ഞത് ആരാണ്? കാണുന്നില്ല, നോക്കട്ടെ. അനില മേലെ വീട്. പക്ഷെ അനില ടൈപ്പ് ചെയ്ത് തെറ്റിയിട്ടുണ്ട്. എനിക്ക് മലയാളത്തിൽ കൃത്യമായിട്ട് വേണം. ഓക്കെ, അടുത്തത് ബിനോ മാത്യു ആണോ? ബിനോ മാത്യു ആണ് എനിക്ക് കാണിക്കുന്നത്. ബിനോ മാത്യുവിന് മുമ്പ് ആരെങ്കിലും ഉണ്ടോ? ബിനോ മാത്യു അല്ലേ? ജയശ്രീ ഒന്ന് നോക്കണേ. ബിനോ മാത്യു ആണ് എനിക്ക് കാണിക്കുന്നത്. ബിനോ മാത്യുവിന് ഒരു പോയിന്റ്. കച്ചബി വീണ എന്ന് വെച്ച് കഴിഞ്ഞാൽ സരസ്വതി വായിക്കുന്ന വീണയാണ്. അതിന്റെ പേരാണ് കച്ചബി വീണ. ഓക്കെ, അതായത് സരസ്വതി ദേവി വായിക്കുന്ന വീണയായിട്ട് പറയപ്പെടുന്ന വീണയാണ് കച്ചബി വീണ. ഓക്കെ, അത് കച്ചബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമ. ഓക്കെ, ആമയുടെ ഷേപ്പ് ആയിരിക്കും അതിന്റെ ആ ഒരു വലിയ പോർഷനില്ലേ താഴത്തുള്ളത്. അതിന് ഒരു വീണയുടെ താഴത്തുള്ള പോർഷന് ആമയുടെ ഒരു സ്റ്റൈലിലായിരിക്കും അത് കാർവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ പേര് കച്ചബി വീണ. ഓക്കെ, പൂവിതളിന്മേൽ ബ്രഹ്മം രചിക്കും നീഹാര ബിന്ദുവായി നാദം ശ്രീലവസന്ത സ്വരഗതി മീട്ടും കച്ചബി വീണയായി കാലം. ഓക്കെ, അതാണ് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. അപ്പോൾ പോയിന്റ് കിട്ടിയിരിക്കുന്നത് ജിഷ ജോൺസണും അജിത് രാജിനും ബിനോ മാത്യുവിനുമാണ്. സുമാ ജയമോഹനും ശരിയായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആത്മാവ് വന്നിട്ടുണ്ട്. ബിനോ മാത്യുവിന് സന്തോഷമായിരിക്കണം എന്ന് വിചാരിക്കുന്നു. മംഗ്ലീഷ് കീബോർഡിൽ കറക്റ്റ് സ്പെല്ലിംഗ് വരില്ല, സമയം എടുക്കുമെന്ന്. എങ്കിലും കറക്റ്റായിട്ട് സ്പെല്ല് ചെയ്താൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ നമുക്ക് പോയിന്റ്. ജിഷ അജിത് ജെസ്സി ഭാവനോ? നോക്കട്ടെ കേട്ടോ. ജെസ്സി ഭാവന അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് പക്ഷെ ജെസ്സി ഭാവന്റെ കാണിക്കുന്നില്ല. നോക്കട്ടെ. ഓക്കെ, ജെസ്സി ഭാവൻ അതെ, ജെസ്സി ഭാവനാണേ. അപ്പൊ ബിനോ മാത്യുക്ക് അല്ല കേട്ടോ, ജെസ്സി ഭാവനാണ് ഒരു പോയിന്റ്. അടുത്തത് അജിത് രാജ് തയ്യാറാക്കി നൽകിയ ചോദ്യമാണ്. അതുകൊണ്ട് അജിത് രാജിന്റെ ഉത്തരത്തിന് പോയിന്റ് കിട്ടുന്നതല്ല. ഓക്കെ, ഇതിൽ ഞാനൊരു വാക്ക് മിസ് ചെയ്യും. ആ വാക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കണം. കൃത്യമായിട്ട് കമന്റ് ചെയ്യണം. ഓക്കെ,
അജിത് രാജ് പറഞ്ഞിട്ടുണ്ട് സരസ്വതി ദേവിയുടെ കയ്യിലുള്ള ആമയുടെ തോട് പോലുള്ള കുടമുള്ള വീണയാണ് കച്ചബി വീണ. ഓക്കെ, ഇത് ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് സുരേഷ് പീറ്റേഴ്സ് ഈണം പകർന്ന ഗാനമാണ്. പി ജയചന്ദ്രനാണ് പാട്ട് പാടിയിരിക്കുന്നതെന്നാണ് എൻ്റെ ഓർമ്മ, തെറ്റാണെങ്കിൽ പറയണേ. അരിയമാൻ പേട പോലെ നീ എൻ്റെ അരികെ വന്നൊന്നു നിൽക്കുമ്പോൾ മഴയിലാടുന്ന ദേവതാരങ്ങൾ മന്ത്രമേലാപ്പുമേയുമ്പോൾ നീലാലലാലല പാടുന്നു ഇതൊരമരഗന്ധർവയാമം, ഇതൊരനക സംഗീത സല്ലാപം, അലഞ്ഞുറിയുമാഷാഢതീരം അതിലമൃദു പെയ്യുമീ ഏഴാം രാവും അറിയാതെ അറിയാതെ ഈ പവിഴവാർ തിങ്കളറിയാതെ. ഇതിനിടയിൽ വിട്ടുപോയ വാക്ക് ഏതാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അരിയ മാൻപേട പോലെ നീ എൻ്റെ അരികെ വന്നൊന്ന് നിൽക്കുമ്പോൾ മഴയിലാടുന്ന ദേവതാരങ്ങൾ മന്ത്രമേലാപ്പു മേയുമ്പോൾ നീ ഡാഷ് 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 പാടുന്നു. ആരാണ് പാടുന്നതെന്നുള്ളതാണ് ചോദ്യം. നല്ല പാട്ടാണ് എന്ന് മാത്രം പറയുന്നു സാബിറ ലത്തീഫി. അറിയാതെ അറിയാതെ എന്നുള്ള പാട്ടാണ്. അരികെ വന്നൊന്ന് നിൽക്കുമ്പോൾ, അരിയ മാൻപേട പോലെ നീ എൻ്റെ അരികെ വന്നെന്നു നിൽക്കുമ്പോൾ മഴയിലാടുന്ന ദേവതാരങ്ങൾ മന്ത്രമേലാപ്പു മേയുമ്പോൾ നീ ഡാഷ് 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 പാടുന്നു. ആരാണ് പാടുന്നു എന്നുള്ളതാണ് ചോദ്യം. ജയചന്ദ്രനും ചിത്രയും കൂടി പാടിയ പാട്ടാതെ. പി ജയചന്ദ്രനും ചിത്രയും പാടിയിട്ടുള്ള പാട്ടാണ്. സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം. ചിത്രം നരസിംഹം അല്ലേ? നരസിംഹമാണ് അതോ ആറാം തമ്പുരാനോ? എൻ്റെ ഓർമ്മശക്തിയൊക്കെ പോയോ ദൈവമേ. ആറാം തമ്പുരാനാണെന്ന് തോന്നുന്നു. അല്ല, ആറാം തമ്പുരാൻ, അതെ ആറാം തമ്പുരാൻ അല്ലേ? വസുന്ധരാദാസും മോഹൻലാലും ആണ്. അതേതായിരുന്നു സിനിമ? ആറാം തമ്പുരാൻ തന്നെയാണെന്ന് തോന്നുന്നു. ഉത്തരം വന്നിട്ടുണ്ട്. അരിയ മാൻപേട പോലെ നീ എൻ്റെ അരികെ വന്നൊന്ന് നിൽക്കുമ്പോൾ മഴയിലാടുന്ന ദേവതാരങ്ങൾ മന്ത്രമേലാപ്പു മേയുമ്പോൾ നീ വനവലാകയായി പാടുന്നു. ആരാണ് ഈ വനവലാക? വനവലാക എന്ന് വെച്ച് കഴിഞ്ഞാൽ അരയന്നം പോലുള്ളൊരു പക്ഷിയാണ്. അതിങ്ങനെ അതിൻ്റെ ഇണയെ കാണുമ്പോൾ പ്രത്യേക രീതിയിൽ ശബ്ദം ഉണ്ടാക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ എന്താണ് അതിൻ്റെ ഒരു ചരിത്രം. കൂടുതൽ ചരിത്രം അജിത് രാജ് കമന്റിൽ പറയുന്നതായിരിക്കും. അപ്പോൾ വനവലാക എന്നുള്ള ഉത്തരം പറഞ്ഞിട്ടുള്ള ആരാണെന്ന് നോക്കട്ടെ. ഈ കമന്റ് ബോക്സ് ഓടിപ്പോകുന്നതുകൊണ്ട് ആദ്യ ഉത്തരം പറഞ്ഞിരിക്കുന്നത് താര സുഭാഷാണ്. അപ്പൊ താര ചേച്ചിക്ക് ഒരു പോയിന്റ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ജെസ്സി ബാവൻ. ഓക്കെ, ജെസ്സിക്ക് ഒരു പോയിന്റ്. വനവലാകയായി. അടുത്തത് അനില മേലവേട്. സോറി. ഇപ്പൊ 3 പേർക്കാണ് പോയിന്റ്. താര സുഭാഷിനും ജെസ്സി ബാവനും അനില മേലവേടിനും. ഓക്കെ, കച്ചബി വീണയായി കാലം എന്ന് സരിതാ ശശി പറഞ്ഞിട്ടുണ്ട്. അത് മുമ്പത്തെ ചോദ്യത്തിന് ഉത്തരവല്ലേ. പാടണ്ട പറഞ്ഞാൽ മതി എന്നില്ല, ഞാൻ പാടും. ആത്മാവ് അവിടെ ഇരുന്ന് കേൾക്കേണ്ടി വരും. ഓക്കെ, ഒരുപാട് പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. രാവണപ്രഭു, ശരിയാ, രാവണപ്രഭുവിലെ പാട്ടാണ്. മറവിക്ക് വലിയ ചന്ദനാദി വെസ്റ്റ്. ചുമയ്ക്ക് കൃഷ്ണതുളസി കഫ്സറം എല്ലാം നല്ലതാ, പക്ഷേ ഇവിടെ കിട്ടില്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം ലിറിക്സ് എടുത്തോട്ടെ, ഒരു സെക്കൻഡ്. ഞാൻ ചൊവ്വാഴ്ച ഒരു കാര്യം പറഞ്ഞിരുന്നു എന്ന്. എന്താണ്? എൻ്റെ കാല് തല്ലി ഓടിക്കുന്നല്ലേ? കാല് കുത്തിയാൽ എന്തോ ചെയ്യുന്നല്ലേ? എനിക്കിവിടെ ഒരുപാട് സുരക്ഷാ ഭടന്മാരുണ്ട് കേട്ടോ. ഒരു പട്ടാളക്കാരനെയൊക്കെ ഒതുക്കാനുള്ള സുരക്ഷാ ഭടന്മാർ എനിക്കിവിടെ ഉണ്ട്. അവരെല്ലാവരും കമന്റിൽ ഹാജർ വയ്ക്കുന്നതായിരിക്കും.
ഈ പാട്ടിൽ ഒരു വാക്ക് ഞാൻ വിടും, അത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് ഞാൻ കണ്ടുപിടിച്ച പാട്ടാണ്, അതുകൊണ്ട് അജിത് രാജിന് ഉത്തരം പറയാം. ശ്രദ്ധിച്ച് കേൾക്കണേ. രാമായണക്കാറ്റേ എന്നീലാംബരിക്കാറ്റേ, രാമായണക്കാറ്റേ എന്നീലാംബരിക്കാറ്റേ, തങ്കനൂൽ നെയ്യുമീ സന്ധ്യയിൽ, കുങ്കുമം പെയ്യുമീ വേളയിൽ, ലാലലാലലാലല സൗഹൃദം പകർന്നു വരൂ രാമായണക്കാറ്റേ എന്നീലാംബരിക്കാറ്റേ, രാമായണക്കാറ്റേ എന്നീലാംബരിക്കാറ്റേ. ഈ പാട്ട് ഒരു വാക്ക് ഞാൻ വിട്ടിട്ടുണ്ട്, ആ വാക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇത് അഭിമന്യു എന്ന ചിത്രത്തിൽ കൈതപ്രം രചിച്ച് രവീന്ദ്രൻ മാഷ് സംഗീതം നൽകിയിട്ടുള്ള MG ശ്രീകുമാർ, KS ചിത്ര, മിൻമിനി തുടങ്ങിയവരൊക്കെ ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. ആ വാക്ക് ഏതാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. തങ്കനൂൽ നെയ്യുമീ സന്ധ്യയിൽ, കുങ്കുമം പെയ്യുമീ വേളയിൽ, ഡാഷ് 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 സൗഹൃദം പകർന്നു വരൂ. ഉത്തരം വരട്ടെ, ഉത്തരം വരട്ടെ. ജുംത 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 ജും എന്ന് അജിത് രാജ് പാടുന്നുണ്ട്. അതല്ല ഞാൻ വിട്ടുപോയത്, വേറൊരു വാക്കാണ് വിട്ടുപോയത്. എന്താണ് ചൊവ്വാഴ്ച പറഞ്ഞത് വൈശാഖ്? എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അതൊന്നുമല്ല എന്ന് പറയുന്നു. എന്റെ കാല് തല്ലി ഓടിക്കുന്നതായിരിക്കും, അല്ലാതെ എന്താ പോയിന്റ് തരാത്തതിന്. അഭിമന്യു എന്ന് കൃഷ്ണൻ മുല്ലപ്പള്ളി, ശരിയാണ്. പക്ഷെ എനിക്ക് വേണ്ടത് പാട്ടിലെ ഒരു വാക്കാണ്. ഒരുപാട് പേര് ഉത്തരം പറയുന്നുണ്ട്. രാത്രി ബന്ധനങ്ങൾ എന്നും പറയുന്നുണ്ട്, രാഖി ബന്ധനങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഏതാണ് ശരി ഉത്തരം എന്നുള്ളതാണ് ചോദ്യം. ഒരുപാട് പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. രാഖി ബന്ധനങ്ങളിൽ നിന്നാണ് കേട്ടോ. രാഖി അറിയാലോ, ഈ സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ആഘോഷമാണ് രാഖി. ഇപ്പൊ രാഖി ബന്ധനങ്ങൾ, ഒരു രാഖി ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് പാട്ടും വരുന്നത്. ഓക്കെ, അപ്പോൾ രാഖി ബന്ധനങ്ങൾ എന്നാണ് അത് ആദ്യം പറഞ്ഞത്. ആരാണ് ആദ്യം പറഞ്ഞത്? അജിത് രാജാണ് ആദ്യം പറഞ്ഞത് കേട്ടോ. അജിത് രാജിന് ഒരു പോയിന്റ്, ബിനോ മാത്യുവിന് ഒരു പോയിന്റ്, മൂന്നാമത് ആരാ പറഞ്ഞത് നോക്കട്ടെ. വൈശാഖ് ജയ് രാത്രി ബന്ധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. രാഖി ബന്ധനങ്ങൾ എന്ന് അനിത ജയപ്രകാശം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അനിതയ്ക്ക് ഒരു പോയിന്റ്. അപ്പോ രാമായണ കാറ്റയിലുള്ള രാഖി ബന്ധനങ്ങളിലാണ് കേട്ടോ. കുട്ടി സംഗീതം പഠിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ പഠിക്കണമെന്ന് ആത്മാവില്ല. പഠിച്ചിട്ടില്ല, പക്ഷെ ഞാൻ പാടും. നിങ്ങളത് സഹിക്കേണ്ടി വരും. ഓക്കെ, അജിത്, ബിനു, അനില. പക്ഷെ എനിക്ക് അനിതയാണ് കാണിക്കുന്നത് കേട്ടോ. അനില അതിന് മുമ്പ് ഉണ്ടോ നോക്കട്ടെ. അനിത കഴിഞ്ഞിട്ടാണ് എനിക്ക് അനില കാണിക്കുന്നത്. അനിതയ്ക്കാണ് ഞാൻ പോയിന്റ് കൊടുക്കുന്നത് കേട്ടോ. എൻ്റെ ഇതിൽ അനിതയ്ക്കാണ് കിടക്കുന്നത്, അനിത ജയപ്രകാശം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 4 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. സമയം കുറെ എടുക്കുന്നുണ്ട് നമ്മൾ ഈ ചോദ്യങ്ങൾക്ക് അല്ലേ. അരമണിക്കൂർ തീർന്നു. അപ്പൊ അടുത്ത ചോദ്യേ, ഇത് പി ഭാസ്കരൻ രചിച്ച് രവീന്ദ്രൻ മാഷ് സംഗീതം നൽകിയിട്ടുള്ള ഒരു ഗാനമാണ്. എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു പാട്ടുകൂടിയാണ്. ഇതിന്റെ കുറച്ച് പാടാം. ഈ വിട്ടുപോകുന്ന വാക്ക് കണ്ടുപിടിക്കുക. ഇത് അജിത് രാജ് കണ്ടുപിടിച്ച ചോദ്യമാണ്, അതുകൊണ്ട് അജിത് രാജിന് പോയിന്റ് ഉണ്ടാകുന്നതല്ല. ഓക്കെ, ഞാൻ അതിൻ്റെ ഇതൊന്നും എടുത്തോട്ടെ, ലിറിക്സ്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള
ചോദ്യങ്ങൾ ചോദിക്കുന്ന ഇഷ്ടമാണോ? ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ചോദിക്കും, കാരണം ഇന്ന് ആ ചോദ്യങ്ങളെ ഞാൻ സംഘടിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ കേട്ടോളൂ. അനിതയ്ക്ക് മുമ്പ് ബിനോ എൻ്റെ സ്ക്രീനിൽ നിന്ന് വൈശാഖ് ജയ്. എനിക്കും അങ്ങനെയാണ്. അജിത്രാജ്, ബിനോ മാത്യു, അനിത, അവർക്കാണ് 3 പേർക്കും പോയിന്റ്. എത്തി നോക്കിയിട്ട് പുറത്തു പോകേണ്ട സ്ഥിതിയാണ് ബൈ എന്ന് താര ചേച്ചി. ഓക്കെ. ജീവന്റെ ജീവനിൽ നിന്നുമൊരജ്ഞാത ലാലാല പോലെ ചിന്തിയ കൗമാര സങ്കൽപ്പധാരയിൽ എന്നെ മറന്നു ഞാൻ പാടി. ചിന്തിയ കൗമാര സങ്കൽപ്പധാരയിൽ എന്നെ മറന്നു ഞാൻ പാടി. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി ഇന്നു മാറി. ഇതിൽ വിട്ടുപോയ വാക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കുക. കൃത്യമായി ടൈപ്പ് ചെയ്ത് കമന്റ് ചെയ്യുക. ജീവന്റെ ജീവനിൽ നിന്നും ഒരു അജ്ഞാത ഡാഷ് ഡാഷ് പോലെ ചിന്തിയ കൗമാര സങ്കല്പധാരയിൽ എന്നെ മറന്നു ഞാൻ പാടി. കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യണം. വാക്ക് കണ്ടുപിടിച്ചാൽ മാത്രം പോരാ. ജീവന്റെ ജീവനിൽ നിന്നും ഒരു അജ്ഞാത ഡാഷ് ഡാഷ് പോലെ. ജീവന്റെ ജീവനിൽ നിന്നും ഒരു അജ്ഞാത ഡാഷ് ഡാഷ് പോലെ. ഏതാണ് ആ വാക്കാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കുക മാത്രമല്ല, അത് കൃത്യമായിട്ട് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ വേണം. ഒരുപാട് പേര് ഉത്തരം പറയുന്നുണ്ട്. കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുന്നവർക്ക് മാത്രമേ പോയിന്റ് കിട്ടുള്ളൂ കേട്ടോ. വാക്ക് ശരിയാണെങ്കിലും അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യണം. എന്നും ഒരു അജ്ഞാത എന്ന് കൃഷ്ണൻ മുല്ലപ്പള്ളി പറയുന്നുണ്ട്. അതല്ലാതെ ഞാൻ പാടിയല്ലോ. കാമുകനെ പോലെ എന്ന് സദാനന്ദ് കുമാർ. അല്ല, ഒരു വാക്കാണ്, പക്ഷെ അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കമന്റ് ചെയ്യണം എന്നുള്ളതാണ് ഇതിലെ വലിയൊരു വെല്ലുവിളി. എത്ര പേര് ശരിക്കും ടൈപ്പ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കട്ടെ. മൂന്ന് പേര് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ജീമൂത നിർജ്ജരി എന്നാണ് അർത്ഥം. ജീമൂത നിർജ്ജരി എന്ന് പറഞ്ഞാൽ മേഘങ്ങളിൽ നിന്ന് ഒഴുകുന്ന അരുവി അല്ലെങ്കിൽ പർവ്വതങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന നീർച്ചാലുകൾ എന്നാണ് അർത്ഥം. ജീമൂത നിർജ്ജരി. ഓക്കെ. ജീമൂത നിർജ്ജരി എന്നുള്ളത് കൃത്യമായി ടൈപ്പ് ചെയ്തിരിക്കുന്നത് 3 പേരാണ്. ജയശ്രീ ജോണും അനില മേലവീടും ജിഷ ജോൺസണും. ഓക്കെ. ജയശ്രീ, അനില മേലവീട്, ജിഷ ജോൺസൺ. ഇവർക്ക് 3 പേർക്കാണ് പോയിന്റ്. സലീന സേഫ് ഹായ് പറയുന്നുണ്ട്. ഹായ്. മഴ അതിനാണെന്ന് ബിനോ മാത്യു. അതെ, എന്താണ് അവേരു ഉക്കരേരു അല്ലേ? അരി അതിനാണെന്ന് പറയുന്ന പോലെ. ജീമൂത നിർജ്ജരി. ഓക്കെ. ഇന്ന് നാട്ടിലെല്ലാം ജീമൂത നിർജ്ജരി പെയ്തിട്ടുണ്ട് എന്ന് പറയേണ്ടി വരുമോ ഇനി? സലീന സേഫ് എഴുതിയിട്ടുണ്ട്, പക്ഷെ സ്പെല്ലിംഗ് തെറ്റുണ്ട് കേട്ടോ. ഛ, അതായത് ഝാൻസിയിലേക്കുള്ള ഛ വേണം. ജീമൂത നിർജ്ജരി. ഓക്കെ, അതാണ് മിസ്സായ വാക്ക്. പോയിന്റ് കിട്ടിയിരിക്കുന്നത് ജയശ്രീക്കും അനില മേലവീടിനും ജിഷ ജോൺസണുമാണ്. ഇനി അടുത്ത ചോദ്യം.
ഓക്കെ. അടുത്തത് ഞാൻ കണ്ടുപിടിച്ച വാക്കാണ്. അപ്പോൾ ഞാൻ അജിത് രാജിന് വേണമെങ്കിൽ പങ്കെടുക്കാവുന്നതാണ്. ഓക്കെ. ഈ പാട്ടിലെ ഒരു വരിയിലെ ഒരു വാക്ക് വിട്ടിട്ടുണ്ടാവും. ആ വാക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ. അന്നൊരു രാവിൽ നിന്നനുരാഗം പൂ പോലെ എന്നെ തഴുകി, ആ കുളിരിൽ ഞാൻ ഒരു രാക്കിളിയായി അറിയാതെ സ്വപ്നങ്ങൾ കണ്ടു. മിഴികൾ പൂവനമായി, അതരം തീൻകണമായി, ശലഭങ്ങളായി നമ്മൾ പാടി മന്മഥഗാനം. ലാലാ ലാലാ പൂവാലിത്തുമ്പി ആട് ആട് നീ ആടാട്, നക്ഷത്രപ്പൂവേ നവരാത്രിപ്പൂവേ അഴകിൻ പൂഞ്ചോലാടാട്. നീയില്ലെങ്കിൽ ഇന്നിൻ ജന്മം വേനൽ കനവായി പോയിനി, നീയില്ലെങ്കിൽ സ്വപ്നം പോലും മിന്നൽ കതിരുകളായി പോയിനി. ലാലാ ലാലാ പൂവാലിത്തുമ്പി ആട് ആട് നീ ആടാട്. ആദ്യത്തെ വാക്ക് ഏതാണെന്നുള്ളതാണ് ചോദ്യം. വേഗം വേഗം ഉത്തരം പറയുക. ഇത് മഴവില്ല് എന്ന ചിത്രത്തിൽ മോഹൻ സിത്താരയുടെ സംഗീതത്തിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചിച്ച KG യേശുദാസ്, KS ചിത്ര തുടങ്ങിയവർ പാടിയ ഒരു പാട്ടാണ്. ആദ്യത്തെ വരിയുടെ ആദ്യത്തെ വാക്ക് ലാലാ ലാലാ പൂവാലിത്തുമ്പി ആട് ആട് നീ ആടാട്. കൃത്യമായിട്ട് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് സ്പെല്ലിംഗ് തെറ്റില്ലാതെ ടൈപ്പ് ചെയ്യണം കേട്ടോ. അങ്ങനെയുള്ള ഒരാൾക്കേ പോയിന്റ് കിട്ടുള്ളൂ. സ്പെല്ലിങ് ശരിയായിരിക്കണം കേട്ടോ. പിരിച്ചെഴുതിയാലൊന്നും ഞാൻ തരില്ല. കൃത്യമായിട്ട് ചേർത്ത് തന്നെ എഴുതണം. പലരും പൊന്നോല തുമ്പി എന്നാണ് എഴുതുന്നത്. പക്ഷെ പൊന്നോല തുമ്പി അല്ല. വേഴാമ്പൽ കേഴുവോ? വേഴാമ്പൽ കേഴുവല്ല, ഇത് വേറെയാ. ഇത് വേറെ തുമ്പിയുടെ കാര്യം പറയുന്നത്, വേഴാമ്പലിന്റെ കാര്യമല്ല. പൊന്നോല തുമ്പി എന്ന് പലരും എഴുതുന്നുണ്ട്, പക്ഷെ അത് തെറ്റാണ്. തുമ്പിയെ കുറിച്ചല്ല ആദ്യത്തെ വാക്ക്. കുറച്ചു പേര് ശരിയാക്കിയിട്ടുണ്ട്. ആദ്യം ശരിയാക്കിയത് അജിത് രാജാണേ. പൊന്നോലത്തുമ്പിൽ പൂവാലിത്തുമ്പി ആട് ആട് നീ ആടാട്. പൊന്നോലത്തുമ്പിൽ, അതായത് ഓലത്തുമ്പിൽ ആണ്, പൊന്നോലത്തുമ്പി അല്ല ആദ്യം കേട്ടോ. അജിത് രാജാണ് ആദ്യത്തെ പോയിന്റ് നേടിയിരിക്കുന്നത്. രണ്ടാമത് നേടിയിരിക്കുന്നത് ജിഷയാന്ന് തോന്നുന്നു, അല്ലേ? ജിഷയാണ് എനിക്ക് കാണിക്കുന്നത്. നോക്കട്ടെ. പൊന്നോലത്തുമ്പിൽ എന്ന് ഒരുമിച്ച് ടൈപ്പ് ചെയ്ത് എഴുതണേ. അജിത് രാജ് കഴിഞ്ഞാൽ പിന്നെ പൊന്നോലത്തുമ്പിൽ എന്ന് എഴുതിയിരിക്കുന്നത് ബിനോ മാത്യു ആണ്. ബിനോ മാത്യുവിന് ഒരു പോയിന്റ്. മൂന്നാമത് കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത് പൊന്നോലത്തുമ്പിൽ.
ജിഷ ജോൺസൺ ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഈ പൊന്നോലത്തുമ്പിൽ ജിഷാദ് പൊന്നോലത്തുമ്പിൽ ചേർത്തി എഴുതണമായിരുന്നു ജിഷ. പൊന്നോലത്തുമ്പിൽ എന്നാണ്, പൊന്നോലത്തുമ്പിലല്ല. മൂന്നാമത് ആരും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് മൂന്നാമത് ആർക്കും പോയിന്റ് ഇല്ല. ഓക്കെ, അജിത് രാജിനും ബിനോ മാത്യുവിനും മാത്രമാണ് പോയിന്റ്. അപ്പൊ 6 ചോദ്യം കഴിഞ്ഞു. നമുക്ക് പോയിന്റ് ഒന്ന് നോക്കിയാലോ. ജിഷ ജോൺസന് 1, 2, 3 പോയിന്റ്. ഓക്കെ, അനില മേലെ വീടിന് 1, 2, 3 പോയിന്റ്. അജിത് രാജിന് 1, 2, 3 പോയിന്റ്. ജയശ്രീ ജോണിന് 1, 2 പോയിന്റ്. ജെസ്സി ബാവന് 1, 2 പോയിന്റ്. ബിനോ മാത്യുവിന് 2 പോയിന്റ്. അനിതയ്ക്ക് ഒരു പോയിന്റ് ഉണ്ടായിരുന്നല്ലോ. അനിത എവിടെ പോയി? അനിതയ്ക്ക് ഒരു പോയിന്റ് കേട്ടോ, 4ാമത്തെ ചോദ്യത്തില്. അപ്പൊ ഇതാണ് പോയിന്റ് നില. പൊന്നോലത്തുമ്പിൽ എന്നാണ് കേട്ടോ. താഹിറ ഉണ്ടല്ലോ, ഒന്നോക്കട്ടെ. താഹിറ പക്ഷെ പോൻ എഴുതിക്കുന്നേ, എനിക്ക് പൊന്നോലത്തുമ്പിൽ എന്ന് വേണം. അപ്പോ കൃത്യമായി ടൈപ്പ് ചെയ്ത് എഴുതിയതിൽ 2 പേരേ ഉള്ളൂ, അജിത് രാജും ബിനോ മാത്യു. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം. ഈ പാട്ടിലൊരു വാക്ക് ഞാൻ വിടും, ആ വാക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കണം, കമന്റ് ചെയ്യണം. ഓക്കെ, കൃത്യമായിട്ട് മലയാളത്തിൽ എഴുതി ടൈപ്പ് ചെയ്ത് കൃത്യമായി കമന്റ് ചെയ്യുന്ന ആൾക്കേ പോയിന്റ് കിട്ടുള്ളൂ. ഓക്കെ. വേനലിൽ മറവിയിലാർദ്രമായി ഒഴുകുമി പാതിരാ മഴവിരലായി ലോലമായി ഇലയുടെ ഓർമ്മയിൽ തടവു നീ നോവിഴും വരികളുമായി മണ്ണിന്റെ ഗന്ധം കൂടിക്കലർന്നു ദാഹങ്ങളായി നിൻ നെഞ്ചോടു ചേർന്നു ലാലാലാലാലാലാ മെയ് മാസമേ നിൻ നെഞ്ചിലെ പൂവാക ചൂക്കുന്നതെന്തേ ഈറൻമുകിൽ നിന്നെ തൊടും താളങ്ങൾ ഓർമ്മിക്കയാലോ. ഇതിലൊരു വാക്ക് വിട്ടിട്ടുണ്ട്, ആ വാക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കാം. വേനലിൻ മറവിയിലാർദ്രമായി ഒഴുകുമി പാതിരാ മഴവിരലായി ലോലമായി ഇലയുടെ ഓർമ്മയിൽ തടവു നീ നോവെഴും വരികളുമായി മണ്ണിന്റെ ഗന്ധം കൂടിക്കലർന്നു ദാഹങ്ങളായി നിൻ നെഞ്ചോടു ചേർന്നു ലാലാലാലാലാലാ. ഇത് വളരെ അണ്ടർ റേറ്റഡ് എന്ന് പറയാൻ പറ്റില്ല. പാട്ട് കേൾക്കുന്ന ആൾക്കാരുടെ ഇടയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ടായിരിക്കും, പക്ഷെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ കൃത്യമായി പാട്ടൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടായിരിക്കും. ഇത് റഫീഖ് അഹമ്മദ് രചിച്ച് ശ്രീവത്സൻ മേനോൻ സംഗീതം പകർന്ന ഒരു ഗാനമാണ്. ഇത് പാടിയിരിക്കുന്നത് പേര് മറന്നുപോയി, എന്തായിരുന്നു, അമൽ ആന്റണിയോ. മൈ മദേഴ്സ് ലാപ്ടോപ്പ് എന്ന ചിത്രത്തിലെ പാട്ടാണ്. പാടിയ ആളുടെ പേര്, അത് അധികം പാട്ട് പാടിയിട്ടില്ല, പക്ഷെ നല്ല രസമുള്ള ശബ്ദം. അമൽ ആന്റണിയാണ് പാട്ട് പാടിയിരിക്കുന്നത്. ഇത് മൈ മദേഴ്സ് ലാപ്ടോപ്പ് എന്ന ശ്രീവത്സൻ മേനോന്റെ ചിത്രത്തിലെ സുരേഷ് ഗോപി, ശ്വേത മേനോൻ തുടങ്ങിയവരൊക്കെ അഭിനയിച്ചിട്ടുള്ള, മറ്റേതാരായിരുന്നു, പ്രിയാമണിയാണോ, വേറൊരു നായിക കൂടി ഉണ്ടല്ലോ, പ്രിയാമണിയല്ല, അവരുടെ പേരെന്താ, പേര് മറന്നിരിക്കുക.
വളരെ മനോഹരമായ പാട്ടാണ്. പ്രത്യേകിച്ച് അയാളുടെ ശബ്ദം വളരെ ചെറിയ പ്രായത്തിലാണ് പാടിക്കുന്നത് തോന്നുന്നു. ഒരു ചെറിയ ശബ്ദമായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ ഏർലി 20s ഒക്കെ ഉള്ളത്. അതിനേക്കാൾ ചെറുതാണെന്ന് എനിക്കറിയില്ല. പക്ഷെ വളരെ ഡെപ്തുള്ളൊരു സൗണ്ടാണ്. അപ്പോൾ വാക്ക് വിട്ടുപോയത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. മെയ് മാസം തീരുമ്പോൾ പാടാൻ പറ്റിയ പാടാണ്. അതെ, അത് ശരിയാ. റഫീഖ് അഹമ്മദ് ആണ് ഇതിന്റെ ലിറിക്സ്. ഒന്നുകൂടി പാടാമേ, അധികം ഉത്തരങ്ങൾ വരുന്നില്ല. വേനലിൽ മറവിയിലാർദ്രമായി ഒഴുകുമി പാതിരാ മഴവിരലായി ലോലമായി ഇഴയുടെ ഓർമ്മയിൽ തടവു നീ നോവേഴും വരികളുമായി മണ്ണിന്റെ ഗന്ധം കൂടിക്കലർന്നു ദാഹങ്ങളായി നിൻ നെഞ്ചോടു ചേർന്നു ലാലാലാലാലാലാ. ഉത്തരം പറയുന്നുണ്ടോ? അമൽ ആന്റണി. അതെ, അമൽ ആന്റണിയാണ് പാടിയിരിക്കുന്നത്. മഴ വരുത് കൂടെ കൊണ്ടുപോകും. അത് വേണമെങ്കിൽ നമുക്ക് മെലഡി ആയിട്ട് പാടാവുന്ന അതിന്റെ കൂടെ, അല്ലേ? 2 പേരെ ഉത്തരം പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ഈ പാട്ട് കേട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കേൾക്കണം. വളരെ മനോഹരമായിട്ടുള്ളൊരു കോമ്പോസിഷനാണ് ഈ പാട്ട്. പ്രത്യേകിച്ച് അതിന്റെ വരികളും. ആ സിനിമയിലെ എല്ലാ പാട്ടിന്റെയും വരികൾ വളരെയധികം മനോഹരമാണ്. അതുപോലെ തന്നെ 3 പാട്ടെന്തോ ഉള്ള സിനിമയിൽ, പക്ഷെ 3 പാട്ടും വളരെ മനോഹരമാണ്. സിനിമ അത്ര ഒരു സുഖമുള്ള സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പണ്ട് കണ്ടതാണ്. പക്ഷെ പാട്ടുകൾ 3 വളരെ മനോഹരമാണ്. ഉത്തരം പറയുന്നുണ്ടോ ആരെങ്കിലും? 2 പേരെ ഉത്തരം പറഞ്ഞിട്ടുള്ളൂ. ജിഷ ജോൺസൺ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആപാദം അരുണാഭമായി. ഓക്കെ, ആപാദം അരുണാഭമായി എന്നുള്ളതാണ് വാക്ക്. ജിഷയും വേറെ ആരും ഉത്തരം പറഞ്ഞത്? താഹിറ. ഓക്കെ, ജിഷ, അനില, താഹിറ, ഇത്രയും പേരാണ് ഉത്തരം പറഞ്ഞത്. ഓരോ പോയിന്റ് വീതം. കേൾക്കാത്ത പാട്ടെന്ന് കേൾക്കണം കേട്ടോ, നല്ല പാട്ടാ അത്. മെയ് മാസമേ നിന്നെഞ്ചിലെ പൂവാക ചൂക്കുന്നതെന്തേ ഈറൻമുകിൽ നിന്നെ തൊടും താളങ്ങൾ ഓർമ്മിക്കയാലോ വീനലിൻ മറവിയിലാർദ്രമായി ഒഴുകുമി പാതിരാ മഴവിരലായി. ആപാദം അരുണാഭമായി എന്നാണ് കേട്ടോ പാട്ട് അവസാനിക്കുന്നത്. ജ്വലനാഭമായി എന്ന് അനിത ജയപ്രകാശം പറഞ്ഞത്. അത് അതിന്റെ മറ്റൊരു ചരണത്തിന്റെ ലാസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പോയിന്റ് കിട്ടിയിരിക്കുന്നത് ജിഷ, അനില, മേലേവീട്, താഹിറ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? 8ാമത്തെ ചോദ്യം. ഓക്കെ, എല്ലാ ആഴ്ചയും ഇങ്ങനെ മ്യൂസിക് ക്യൂസ് ഉണ്ടോന്ന് ജിഷ ജോൺസൺ. ഓരോ സമയം നമ്മൾ ഓരോ വിഷയമാണ് ജിഷ കൊടുക്കുന്നത്. ഈ ആഴ്ച പാട്ടായി എന്നേ ഉള്ളത്. ഒന്നാമത് ഇന്നത്തോടെ നമ്മുടെ ക്വിസ് തീരുകയാണ്. ഓക്കെ, അടുത്ത പാട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. അജിത് രാജ് അതിന്റെ അർത്ഥം എഴുതിയിട്ടുണ്ട് കേട്ടോ. ആപാദം അരുണാഭമായി എന്നുള്ളത്. ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ മെയ് മാസത്തിൽ പൂക്കുന്ന പൂവാക അല്ലെങ്കിൽ മെയ് ഫ്ലവർ, ഗുൽമോഹർ, അത് പൂത്തു നിൽക്കുന്നതും മഴ പെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു ഭൂമിയുടെ, പ്രകൃതിയുടെ ഒരു മഴയുടെ കോണ്ടെക്സ്റ്റിലുള്ള പൂത്തു നിൽക്കുന്ന ചെടിയുടെ ഒരു കഥയാണ് ഇതിൽ പറയുന്നത്, അതിൻ്റെ ആ വരികളിൽ കേട്ടോ. അപ്പൊ അടുത്ത പാട്ടേ. ഈ പാട്ട് കേൾക്കാത്തവർ തീർച്ചയായും യൂട്യൂബിൽ പോയി പാട്ട് കേൾക്കുക. ആ സിനിമയിലെ 3 പാട്ടുകളും കേൾക്കുക. അത് കേൾക്കാതെ നിങ്ങളൊരു സംഗീത പ്രേമിയാണെന്ന് പറയുന്നത് തന്നെ മോശമാണ്. ഓക്കെ, അടുത്ത പാട്ട്. ഇതിലൊരു വാക്ക് ഞാൻ വിട്ടുപോവും. ആ വാക്ക് നിങ്ങൾ പൂരിപ്പിക്കണം. ഓക്കെ,
എന്നെ എനിക്കു തിരിച്ചു കിട്ടാതെ ഞാൻ ഏതോ ദിവാസ്വപ്നമായി ബോധമബോധമായി മാറും ലഹരിതൻ ലാലല ലാലല മാറി കാലം ഘനീഭൂതമായി നിൽക്കുമാക്കര കാണാക്കയങ്ങളിലൂടെ എങ്ങോട്ടു പോയി ഞാൻ എൻ്റെ സ്മൃതികളെ നിങ്ങൾ വരില്ലയോ കൂടെ നിങ്ങൾ വരില്ലയോ കൂടെ ഹിമശൈല സൈകത ഭൂമിയിൽ നിൻ പ്രണയപ്രവാഹമായി വന്നു അതികൂട സുസ്മിതമുള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു എന്നെ എനിക്കു തിരിച്ചു കിട്ടാതെ ഞാൻ ഏതോ ദിവാസ്വപ്നമായി ബോധമബോധമായി മാറും ലഹരിതൻ ലാലല ലാലല മാറി. ഒരു വാക്ക് വിട്ടുപോയിട്ടുണ്ട്. ആ വാക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇത് ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിൽ MD രാജേന്ദ്രൻ എഴുതി G ദേവരാജൻ മാഷ് സംഗീതം നൽകിയിട്ടുള്ള P മാധുരി പാടിയിട്ടുള്ള പാട്ടാണ്. എന്നെ എനിക്ക് തിരിച്ചു കിട്ടാതെ ഞാൻ ഏതോ ദിവാസ്വപ്നമായി ബോധം അബോധമായി മാറും ലഹരിതൻ ഡാഷ് ഡാഷ് മാറി. ഏതാണ് ആ വാക്കെന്നുള്ളതാണ് ചോദ്യം. ജാനകി അമ്മയുടെ ശബ്ദം എന്നോ? ഈ മാധുരി പാടിയ പാട്ടാണത്. എസ് ജാനകിയുടെ പാട്ടല്ല കേട്ടോ. സിനിമ ഏതാന്ന് അനിത ജയപ്രകാശ് ചോദിച്ചത് മൈ മദേഴ്സ് ലാപ്ടോപ്പിന്റെ ആണോ അനി ചോദിച്ചത്? മെയ് മാസമേ, അത് മൈ മദേഴ്സ് ലാപ്ടോപ്പ് എന്നുള്ള സിനിമയിലെ പാട്ടാണ്. ചിത്ര ചേച്ചി പാടുന്ന പോലെ തന്നെ. എന്തിനാണ് ആത്മാവ് ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളൊക്കെ പറയുന്നത്? ആത്മാവായിട്ട് പോലെങ്കിലും സത്യസന്ധത പുലർത്തിക്കൂടെ? മനുഷ്യനായിരുന്നപ്പോൾ പുലർത്തിയില്ല. ഒരു ഡബിൾ ആത്മാവായിരിക്കുമ്പോഴെങ്കിലും സത്യവാനായിക്കൂടെ? ഒരുപാട് പേര് ഉത്തരം ടൈപ്പ് ചെയ്തിടുന്നുണ്ട്. ശ്വേതപരാഗമായി മാറി എന്നാണ്. ശ്വേതപരാഗമായി മാറിയെന്ന്. അപ്പോൾ സുമാ ജയമോഹൻ പറഞ്ഞിട്ടുണ്ട്. സുമാ ജയമോഹൻ ഒരു പോയിന്റ്. രണ്ടാമത് ബിനോ മാത്യു. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് അജിത് രാജാണ്. അജിത് രാജിന്റെ ചോദ്യം അല്ലാട്ടോ ഇത്, അതുകൊണ്ട് അജിത് രാജിന് ഒരു പോയിന്റ്. ഓക്കെ, വേറെ ഒരുപാട് പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ജിഷ ജോൺസൺ, ജെസ്സി ബാവൻ, ജയശ്രീ ജോൺ തുടങ്ങിയവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. MD രാജേന്ദ്രൻ അണ്ടർ റേറ്റഡ് കവിയാണെന്ന്. ശരിയാണ്. ഉൾക്കടൽ എന്നല്ലേ സിനിമ എന്ന്? അല്ല, ഇത് ശാലിനി എൻ്റെ കൂട്ടുകാരിയിലെ പാട്ടാണേ. വേണുനാഗവള്ളിയുടെ സിനിമ തന്നെയാണ്, പക്ഷെ ഇത് ശാലിനി എൻ്റെ കൂട്ടുകാരിയിലെ പാട്ടാണ്. ഉൾക്കടലിലെ പാട്ട് വേറൊരു ഫേമസ് പാട്ടല്ലേ ഉൾക്കടലിലെ? ഓ, അതേതായിരുന്നു? ഉൾക്കടലിലെ പാട്ട് ഏതാണ് അത്ര ഫേമസ് ആയത്? അത് ശരദിന്ദു മലർ ദീപനാളം, അത് വേറെ പാട്ടാണ്. അതാണ് ഉൾക്കടലിലെ പാട്ട്. ഇത് ഇപ്പം ഞാൻ പറഞ്ഞ പാട്ട് ശാലിനി എൻ്റെ കൂട്ടുകാരിയിലാണ്. ഓക്കെ, ആത്മാവിനെ ആരോ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആത്മാവ് കല്യാണത്തിന് പോവാണെന്ന് പറഞ്ഞു. ഓക്കെ, ആത്മാവിനെ ഇപ്പോൾ ഒന്നും കഴിക്കുമൊന്നും വേണ്ടല്ലോ, കല്യാണത്തിന് വെറുതെ പോയി ഇങ്ങനെ കണ്ടിട്ട് ആശീർവദിച്ചിട്ട് വന്നാൽ മതിയല്ലോ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഇതിൽ പോയിന്റ് കിട്ടിയിരിക്കുന്നത് സുമാ ജയമോഹൻ, ബിനോ മാത്യു, അജിത് രാജ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം.
ഇത് അജിത് രാജ് തന്ന പാട്ടാണ്. അപ്പോൾ ലിറിക്സ് ഒന്ന് എടുത്തോട്ടെ. ഒരു വാക്ക് ഞാൻ പാടില്ല, അത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, മുറ്റത്തു ഞാൻ നട്ട ചെമ്പകത്തൈല്, അങ്ങനെയല്ലല്ലോ, അത് വേറെ പാട്ടല്ലേ ചേട്ടാ, ട്യൂണ് മാറിപ്പോയി. അത് ചെമ്പക തൈകൾ പൂത്ത മാനത്തെ പൊന്നമ്പളി, അത് വേറെ പാട്ട്. ഇതിന്റെ ട്യൂൺ എന്തായിരുന്നു ആലോചിക്കട്ടെ. മുറ്റത്തു ഞാൻ നട്ട ചെമ്പകത്തൈലെ ആദ്യത്തെ മുട്ടു വിരിഞ്ഞ നാളിൽ ലാലലലാലലമൂ മുടിച്ചാർത്തിലൻ മുക്തസങ്കൽപ്പം തലോടി നിൽക്കേ ഏതോ പുരാതന പ്രേമ കഥയിലെ ഗീതികളിന്നിൽ ചിറകടിക്കേ, ഗീതികളിന്നിൽ ചിറകടിക്കേ, ഒരു മാത്ര വെറുതെ നനച്ചുപോയി, അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. മുറ്റത്തു ഞാൻ നട്ട ചെമ്പകത്തൈയിലെ ആദ്യത്തെ മുട്ടു വിരിഞ്ഞ നാളിൽ ഡാഷ് 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 മുടിച്ചാർത്തിലൻ മുഗ്ധസങ്കല്പം തലോടി നിൽക്കേ. ആ വാക്ക് ഏതാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കൃത്യമായി ടൈപ്പ് ചെയ്യും വേണം. ONV കുറിപ്പിന്റെ വരികളാണ്. ദേവരാജ മാഷ് സംഗീതം പകർന്നിരിക്കുന്നു. പാടിയിരിക്കുന്നത് യേശുദാസ്. വേറെ ആര്? കൃത്യമായിട്ട് ടൈപ്പ് ചെയ്തിടുന്നവർക്ക് പോയിന്റ് കിട്ടുള്ളൂ കേട്ടോ. വാക്ക് ശരിയായാൽ മാത്രം പോരാ. ഉത്തരം വന്നിട്ടുണ്ട്. സ്നിഗ്ധമാമാരുടെയോ, സ്നിഗ്ധമാമാരുടെയോ, സ്നിഗ്ധമാമാരുടെയോ. അപ്പൊ 2 മാ വേണം ഇടയിൽ കേട്ടോ. സ്നിഗ്ധമാമാരുടെയോ. ഓക്കെ, അപ്പൊ ആദ്യം പറഞ്ഞിരിക്കുന്നത് ജയശ്രീ ജോൺ ആണ്. അപ്പോ ജയശ്രീക്ക് ഒരു പോയിന്റ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സ്നിഗ്ധമാരുടെ അല്ല, സ്നിഗ്ധമാമാരുടെയാണ്. അപ്പൊ സുമ ജയമോഹൻ. ഓക്കെ, ജയശ്രീ, സുമ, സ്നിഗ്ധമാരുടെയോ, ജിഷ ജോൺസൺ. ഓക്കെ, ഇവർക്ക് 3 പേർക്കാണേ പോയിന്റ്. മുറ്റത്തു ഞാൻ നട്ട ചെമ്പകത്തൈയിലെ ആദ്യത്തെ മുട്ടു വിരിഞ്ഞ നാളിൽ സ്നിഗ്ധമാരുടെയോ മുടിച്ചാർത്തിലൻ മുഗ്ധസങ്കല്പം തലോടി നിൽക്കേ. അപ്പോൾ പോയിന്റ് കിട്ടിയിരിക്കുന്നത് ജയശ്രീ ജോൺ, സുമ ജയമോഹൻ, ജിഷ. ഓക്കെ, ഇനി ഒരു ചോദ്യം കൂടി ചോദിക്കാനുള്ള സമയം നമുക്കുള്ളൂ. അതോ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കണോ? ഇപ്പൊ തന്നെ 1 മണിക്കൂർ അവസാനിച്ചിരിക്കുന്നു. ഒരുപാട് പേര് ഉത്തരം പറയുന്നുണ്ട്. മിസ് യു എന്നതിനെ ഏറ്റവും മനോഹരമായ മലയാളമായി ഇതിനെ കണക്കാക്കുന്നു. ശരിയാണ്. താഹിറ മുത്തലിഫ് പറഞ്ഞിട്ടുണ്ട്. ജെസ്സി ഭാവന ഇവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അടുത്ത ചോദ്യേ, ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. കൃത്യമായി ടൈപ്പ് ചെയ്തിടുന്ന ആൾക്കാണ് പോയിന്റ് കിട്ടുക. ഓക്കെ, ലാല കൈകളിൽ കുസുമതാലമേന്തി വരവേൽക്കും പഞ്ചലോഹമണി
മൺവിളക്കുകൾ പൂക്കും. ദേവസുന്ദരികൾ കൺകളിൽ പ്രണയദാഹമോടെ നടമാടും. ചൈത്രപത്മദളമണ്ഡപങ്ങളിൽ രുദ്രവീണകൾ പാടും, താനേ പാടും. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു. പുഷ്പപാതുകം പുറത്തു വയ്ക്കു നീ, നഗ്നപാതയായകത്തു വരൂ. ചക്രവർത്തിനി. 4-5 ചോദ്യങ്ങൾ കൂടി ചോദിക്കാൻ ജയശ്രീ ജോൺ പറഞ്ഞിട്ടുണ്ട്. ചോദിക്കാം. ലാല കൈകളിൽ കുസുമതാലമേന്തി വരവേൽക്കും. പഞ്ചലോഹമണി മന്ദിരങ്ങളിൽ മൺവിളക്കുകൾ പൂക്കും. ദേവസുന്ദരികൾ കൺകളിൽ പ്രണയദാഹമോടെ നടമാടും. ചൈത്രപത്മദളമണ്ഡപങ്ങളിൽ രുദ്രവീണകൾ പാടും, താനേ പാടും. ഒരു വാക്ക് വിട്ടിട്ടുണ്ട്. ആ വാക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ആ വാക്കിന്റെ അർത്ഥം മരം കൊണ്ടുള്ള ശില്പം അല്ലെങ്കിൽ പാവ എന്നാണ്. വാക്ക് കേട്ടാൽ നമ്മൾ വിചാരിക്കും ബന്ധു ആണെന്ന്. പക്ഷെ ഇത്രേ അർത്ഥമുള്ളൂ. മരം കൊണ്ടുള്ള ഒരു പാവ അല്ലെങ്കിൽ മരം കൊണ്ട് കൊത്തിയെടുത്തൊരു ശില്പം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സാലഭഞ്ജികകൾ എന്നാണ് ഉത്തരം. ഓക്കെ. സാലഭഞ്ജികകൾ കൈകളിൽ കുസുമ താലമേന്തി വരവേൽക്കും. പഞ്ചലോഹ മണിമന്ദിരങ്ങളിൽ മൺവിളക്കുകൾ പൂക്കും. ഓക്കെ. ആദ്യ ഉത്തരം പറഞ്ഞിരിക്കുന്നത് ദേവനോദ്യപികൾ എന്ന് വൈശാഖജി പറഞ്ഞിരിക്കുന്നു. അല്ല, അജിത് രാജാണ് ആദ്യ ഉത്തരം പറഞ്ഞത്. രണ്ടാം ഉത്തരം പറഞ്ഞിരിക്കുന്നത് അനില മേലേവീട്. മൂന്നാം ഉത്തരം പറഞ്ഞിരിക്കുന്നത് ജിഷ ജോൺസൺ ആണ്. അപ്പൊ അജിത് രാജനും അനില മേലേവീടിനും ജിഷ ജോൺസണുമാണ് പോയിന്റ്. ബാക്കി ഒരുപാട് പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അനിത ജയപ്രകാശ്, താഹിറ മുത്തലിഫ്, നിഷിബ എം നിഷി, ജയശ്രീ ജോൺ ഒക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ശരി ഉത്തരമാണ് കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം. വരിയൊന്നും എടുത്തോട്ടെ. രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാന്ന് വിചാരിക്കുന്നു. സമയം നമ്മുടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ പോലും ചോദിക്കാം എന്നാണ്. അതിന്റെ പാട്ട് കിട്ടുന്നില്ല. ഒരു സെക്കൻഡ്. ഞാൻ വായിക്കാം കേട്ടോ. അത് പാട്ട് എനിക്ക് കിട്ടുന്നില്ല.
പാട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു സെക്കൻഡ്. ഇതിലൊരു വാക്ക് ഞാൻ വിടും. ആ വാക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് ഇട്ടാൽ മാത്രമേ പോയിന്റ് കിട്ടുള്ളൂ കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കുക. മഴയായി തഴുകുമ്പോൾ ഒരു സരസീരുഹ സൗപർണികയിൽ ഒഴുകി ഞാനറിയാതെ, ഒഴുകി ഒഴുകി ഞാനറിയാതെ. സുന്ദരി നിന്റെ തുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസി തളിരില ചൂടി, തുഷാരഹാരം മാറിൽ ചാർത്തി, താരുണ്യമേ നീ വന്നു, നീ വന്നു. നിന്റെ തുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസി തളിരില ചൂടി, തുഷാരഹാരം മാറിൽ ചാർത്തി, താരുണ്യമേ നീ വന്നു, നീ വന്നു. മഴയായി തഴുകുമ്പോൾ. അവിടെയാണ് വാക്ക് വിട്ടിരിക്കുന്നത്. കണ്ടുപിടിക്കുക, ടൈപ്പ് ചെയ്ത് കമന്റ് ചെയ്യുക. മഴയായി തഴുകുമ്പോൾ. എന്താണ് മഴയായി തഴുകുന്നത് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതും ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിൽ എം ഡി രാജേന്ദ്രൻ രചിച്ച് ജി ദേവരാജൻ മാഷ് സംഗീതം പകർന്ന് കെ ജെ യേശുദാസ് പാടിയിരിക്കുന്ന എന്താ പറയുക, ബ്രേക്കപ്പ് സോങ് എന്ന് വേണമെങ്കിൽ പറയാം. അന്നത്തെ ബ്രേക്കപ്പ് സോങ് അല്ല എങ്കിലും ഒരു വിരഹഗാനമെന്നോ എന്നൊക്കെ പറയാവുന്നൊരു സാധനം. ബ്രേക്കപ്പ് സോങ് തന്നെ അല്ലേ ആണെന്ന് തോന്നുന്നു. ഒരു കോളേജ് കഴിയുമ്പോൾ അവസാനം പിരിയുമ്പോൾ എന്തുള്ള ഒരു കോളേജ് ഫംഗ്ഷന് വെച്ച് പാടുന്ന പാട്ടല്ലേ ആണെന്നാണ് എൻ്റെ ഓർമ്മ. മഴയായി തഴുകുമ്പോൾ ഒരു സരസീരുഹ സൗവർണികയിൽ ഒഴുകി ഞാനറിയാതെ, ഒഴുകി ഒഴുകി ഞാനറിയാതെ. സുന്ദരി. ഒരുപാട് പേര് ഉത്തരം പറയുന്നുണ്ട്. മൃഗാംഗ തരളിത മൃണ്മയ കിരണം എന്നാണ് ആ വാക്ക്. മൃഗാംഗ തരളിത മൃണ്മയ കിരണം. അതിന്റെ അർത്ഥം എന്താണെന്ന് അജിത് രാജ് അവിടെ കമന്റ് ചെയ്യുന്നതായിരിക്കും. ജയശ്രീ ജോണാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ജയശ്രീക്ക് ഒരു പോയിന്റ്. രണ്ടാമത് ഉത്തരം പറഞ്ഞിരിക്കുന്നത് വൈശാഖ് ജി ആണ്. വൈശാഖിന് ഒരു പോയിന്റ്. മൂന്നാമത് ഉത്തരം പറഞ്ഞിരിക്കുന്നത് ജിഷ ജോൺസൺ ആണ്. ജിഷയ്ക്ക് ഒരു പോയിന്റ്. മൃഗാംഗ തരളിത മൃണ്മയ കിരണം മഴയായി തഴുകുമ്പോൾ. മൃഗാംഗ തരളിത മൃണ്മയ കിരണം മഴയായി തഴുകുമ്പോൾ ഒരു സരസീരുഹ സൗവർണികയിൽ ഒഴുകി ഞാനറിയാതെ, ഒഴുകി ഞാനറിയാതെ. സുന്ദരി. എനിക്ക് തോന്നുന്നു ചന്ദ്രന്റെ വെളിച്ചം വരുന്നതിനെ കുറിച്ചാണെന്ന് തോന്നുന്നു അല്ലേ. മൃഗാംഗൻ ചന്ദ്രൻ, നിലാവ് പൊഴിയുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. ഒരു പോയിന്റ് കിട്ടി. സമാധാനം ഹോഗയാന്ന് വൈശാഖ് ജയ്. സാധാരണ പോയിന്റ് എല്ലാം കൊണ്ടുപോകുന്ന വൈശാഖാണ്. ഇന്ന് പോയിന്റ് ലഭിക്കാതെ
ഒറ്റ പോയിന്റിൽ മടങ്ങേണ്ടി വരുന്നത്. വിധി, എന്തൊരു വിധിയാണിത്. അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഈ ചോദ്യത്തിന് പോയിന്റ് കിട്ടിയത് ജയശ്രീ ജോൺ, വൈശാഖ് ജെ, ജിഷ ജോൺസൺ. ഓക്കെ, ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് നിർത്താമെന്ന് വിചാരിക്കുന്നു. കാരണം സമയം നമ്മുടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് ഞാൻ ഉണ്ടാക്കിയ ചോദ്യമാണ്. അപ്പോൾ അജിത് രാജനും ഉത്തരം പറയാം. ഓക്കെ, അപ്പൊ കേൾക്കുക. എന്നിട്ട് ഇതിലെ ഒരു വാക്ക് മിസ്സായിട്ടുണ്ട്. ആ വാക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ. ഋതുഭേദ കൽപ്പന ചാരുത നൽകിയ പ്രിയ പാരിതോഷികം പോലെ ഒരു രോമഹർഷത്തിൻ ധന്യത പുൽകിയ ലലലലലാലന പോലെ പ്രഥമാനുരാഗത്തിൻ പൊന്മണിച്ചില്ലയിൽ കവിതേ പൂവായി നീ വിരിഞ്ഞു. ഋതുഭേദ കൽപ്പന ചാരുത നൽകിയ പ്രിയ പാരിതോഷികം പോലെ ഒരു രോമഹർഷത്തിൻ ധന്യത നൽകിയ ഡാഷ് 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 പോലെ എന്താണ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് ചേർക്കുക. ഇത് മംഗളം നേരുന്നു എന്ന ചിത്രത്തിൽ MD രാജേന്ദ്രൻ രചിച്ച് ഇളയരാജ സംഗീതം നൽകിയിട്ടുള്ള പാട്ടാണ്. KJ യേശുദാസും കല്യാണി മേനോനും കൂടിയാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. വേഗം വേഗം പറയൂ ഉത്തരം. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ടാണ്. ഋതുഭേദ കൽപ്പന ചാരുത നൽകിയ പ്രിയ പാരിതോഷികം പോലെ ഒരു രോമഹർഷത്തിൻ ധന്യത പുൽകിയ ഡാഷ് 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 പോലെ പ്രഥമാനുരാഗത്തിൻ പൊന്മണിച്ചില്ലയിൽ കവിതേ പൂവായി നീ വിരിഞ്ഞു. ഒരുപാട് പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പരിരംഭണക്കുളിർ എന്നാണ് അതിന്റെ വാക്ക്. എൻ്റെ അറിവിൽ ഗൂസ്ബംസിനെയാണ് പരിരംഭണക്കുളിർ എന്ന് പറയുന്നതാണ് എൻ്റെ അറിവ്. വ്യത്യാസമായ അർത്ഥം ഉണ്ടെങ്കിൽ അജിത് രാജ് അവിടെ ടൈപ്പ് ചെയ്യുന്നതായിരിക്കും. അജിത് രാജിനാണ് ഒരു പോയിന്റ് കിട്ടിയിരിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് ജിഷ ജോൺസൺ. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് അനില മേലേവീട്. പരിരംഭണക്കുളിർ പോലെ എന്നുള്ളതാണ് വാക്ക്. ഋതുഭേദ കൽപ്പന ചാരുത നൽകിയ പ്രിയ പാരിതോഷികം പോലെ ഒരു രോമഹർഷത്തിൻ ധന്യത നൽകിയ പരിരംഭണക്കുളിർ പോലെ എന്നാണ് വാക്ക്. അപ്പോൾ 12 ചോദ്യങ്ങൾ പൂർത്തിയാവുമ്പോൾ കുളിർ അല്ല എന്ന്, പിന്നെ കുളിർ ആണെന്നല്ലേ? കുളിർ കുളിർ ആണെന്ന് ആരെങ്കിലും കുളിർ എന്ന് അടിച്ചിട്ടുണ്ടോ നോക്കട്ടെ. ജിഷ ജോൺസൺ കുളിറാണ്. ഓക്കെ, നമുക്ക് നോക്കട്ടെ. കുളിർ എന്നെഴുതിയ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഓ, വൈശാഖ് ജെ എഴുതിയിട്ടുണ്ട്. അതാണ് വൈശാഖ് ജെ ഇത്രയും ബഹളം വെച്ചതെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അപ്പൊ ജിഷ ജോൺസണും വൈശാഖ് ജെക്ക് മാത്രമേ പോയിന്റ് ഉള്ളൂ. അടുത്തത് വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എല്ലാരും കുളിർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുളിർ എന്നാണ് കേട്ടോ വരി. രോമഹർഷം ഗൂസ്ബം, അതാ എനിക്ക് തോന്നി 2 വാക്ക് അടുത്തടുത്ത് വരുന്നു എന്നുള്ളത്.
ആദ്യമായിട്ടൊരു പോയിന്റ് കിട്ടിയെന്ന് താഹിറ മുത്തലിഫ്. ചില സമയത്ത് ലാഗ് കൊണ്ട് സംഭവിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ജിഷ ജോൺസണും വൈശാഖ് ജയിക്കുമാണ് ഇതില് പോയിന്റ്. ഓക്കെ, അപ്പൊ ഞാൻ പോയിന്റ് ഒന്ന് കൂട്ടട്ടെ. അപ്പൊ ഇന്നത്തെ വിജയി ജിഷ ജോൺസൺ ആണ്. 7 പോയിന്റ് നേടിയിട്ടുണ്ട് ജിഷ. ജിഷയ്ക്കാണ് ഇന്നത്തെ 1ാം സ്ഥാനം. 2ാം സ്ഥാനം അനില മേലേവീടും അജിത് രാജും ഷെയർ ചെയ്യുന്നു, 5 പോയിന്റ്. ഓക്കെ, 3ാം സ്ഥാനം ജയശ്രീ ജോണിനാണ്, 4 പോയിന്റ്. 4ാം സ്ഥാനം ബിനോ മാത്യുവിനാണ്, 3 പോയിന്റ്. 5ാം സ്ഥാനം ജെസ്സി ബാവൻ, സുമ ജയമോഹൻ, വൈശാഖ് ജയ് 2 പോയിന്റ് വീതം നേടിയിട്ടുണ്ട്. 1 പോയിന്റ് വീതം നേടിയ താര സുഭാഷ്, അനിത ജയപ്രകാശ്, താഹിറ തുടങ്ങിയവർക്ക് ഓരോ പോയിന്റ് വീതം. അപ്പോൾ ആദ്യത്തെ പോയിന്റ്, കൂടുതൽ പോയിന്റ് നേടിയിരിക്കുന്നത് ജിഷയാണ്. ജിഷയ്ക്ക് 7 പോയിന്റ്. ഫസ്റ്റ് പ്ലേസ് ജിഷയ്ക്കാണ്. അപ്പോൾ കൂട്ടാൻ ഇത്രയും നേരം വേണമെന്ന് വൈശാഖ് ജയ് വേണ്ടി വരും. ഞങ്ങളൊക്കെ സാധാരണ മനുഷ്യന്മാരാണ്, ഞങ്ങൾക്ക് കൂട്ടാനുള്ള ഒരു മിനിമം സമയമൊക്കെ വേണം. പിന്നെ 2 പോയിന്റ് കൂട്ടാൻ അത്ര സമയമൊന്നും വേണ്ട, അത് സ്വാഭാവികമാണ്. ഒന്നും കൂട്ടിയാൽ 2 ആവും. അങ്ങനെ 2 പോയിന്റ് ഉള്ളവർക്ക് കൂട്ടാൻ അധികം സമയം വേണ്ടി വരില്ലായിരിക്കും. ബാക്കിയുള്ള പോയിന്റ് മുഴുവൻ കൂട്ടണ്ടേ. അപ്പോൾ ജിഷ ജോൺസന് ആശംസകൾ, അഭിനന്ദനങ്ങൾ. 1ാം സ്ഥാനം. 2ാം സ്ഥാനം അജിത് രാജിനും അനില മേലേവീടനുമാണ്. 3ാം സ്ഥാനം ജയശ്രീക്ക്. 4ാം സ്ഥാനം ബിനോ മാത്യുവിന്. 5ാം സ്ഥാനം ജെസ്സി ബാവൻ, സുമ ജയമോഹൻ, വൈശാഖ് ജയ്. ഓരോ പോയിന്റ് നേടിയിരിക്കുന്നവർ താര, അനിത, താഹിറ. അപ്പോൾ ഇന്നത്തെ മലയാളം അരിയുമോ എന്നുള്ള ക്വിസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വിസുകളുമായിട്ട് നമ്മൾ മറ്റൊരു അവധിക്കാലം വരെ കാത്തിരിക്കേണ്ടി വരും. അതിനിടയിൽ ക്വിസ് വേണോ? നിങ്ങളൊക്കെ കാണാനുണ്ടെങ്കിലേ ക്വിസ് നടത്തിയിട്ട് കാര്യമുള്ളൂ. നമ്മൾ സാധാരണമായിട്ട് ദിവസവും നടത്താനൊക്കെ ഉദ്ദേശിച്ചതാണ്. പക്ഷെ അത്രത്തോളം ഹോസ്റ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദിവസവും ക്വിസ് നടത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു അവധിക്കാലം, വേനലവധിക്കാലം മുഴുവൻ ഒരു ക്വിസ് നടത്താൻ സാധിച്ചു എന്നതിൽ വളരെയധികം അഭിമാനമുണ്ട്. ചൊവ്വാഴ്ചയും ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു ക്വിസ്. നമ്മുടെ കഴിഞ്ഞുപോയ ക്വിസുകൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂട്ടക്ഷരങ്ങളുടെ യൂട്യൂബ് ചാനലിൽ പോയാൽ അവിടെ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്കിൽ 1 മാസം കഴിയുമ്പോൾ ലൈവുകളൊക്കെ ഡിലീറ്റ് ആയി പോകും. അതുകൊണ്ട് ഫേസ്ബുക്കിൽ നമുക്ക് സ്ഥിരമായിട്ട് ലൈവിൻ്റെ റെക്കോർഡിംഗ് കാണാൻ സാധിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് യൂട്യൂബിൽ പോയിട്ട് വീണ്ടും ആ വീഡിയോ കാണാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ഈ ലൈവിൻ്റെ ഹോസ്റ്റായി വന്ന എല്ലാവർക്കും നന്ദി. സിൽവി മൈക്കിൾ, ഷിജു ജോബു, താര സുഭാഷ്, മുർഷിദ പർവീൻ തുടങ്ങിയവർക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി മാത്രമേ ഉള്ളൂ എന്ന് അവർ ചോദിക്കുകയായിരിക്കും. പക്ഷെ തൽക്കാലം നന്ദി മാത്രമേ ഉള്ളൂ.
പിന്നെ ഈ ലൈവിനെ ലൈവാക്കി നിർത്തിയ കമന്റിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഒരുപാട് സ്ഥിരം ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ കമന്റിൽ, അവർക്ക് എല്ലാവർക്കും നന്ദി. ഓർത്തിരുന്ന് ഈ സമയം വന്ന് നമ്മുടെ ലൈവിൽ പങ്കെടുക്കുകയും നമ്മുടെ കമന്റ് വളരെ ലൈവാക്കി നിർത്തുകയൊക്കെ ചെയ്തത് നിങ്ങളാണ്. അപ്പം അതിനുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ? സ്കൂൾ തുറക്കാറായി, എല്ലാവർക്കും അതിൻ്റെ തിരക്കുകളൊക്കെ ആയിരിക്കും. അപ്പം ഇനി നമ്മൾ ലൈവ് വെച്ചിട്ടും ബുദ്ധിമുട്ടായിരിക്കും ആൾക്കാർക്ക് സമയത്തിന് വന്ന് പങ്കെടുക്കാൻ. അപ്പം അതുകൊണ്ട് നമ്മൾ അവധിക്കാലത്തിന് മാത്രമായിട്ട് ഈ ലൈവ് നമ്മൾ ചുരുക്കുന്നത്. ഇനി അടുത്ത അവധിക്കാലത്ത് നമുക്ക് കാണാം. പിന്നെ ഏകദേശം 1 വർഷം കഴിഞ്ഞാലേ നമ്മൾ ഇതുപോലുള്ള ക്വിസിലേക്ക് എത്തുള്ളൂ എന്നുള്ളതാണ്. ഇനിയുള്ള ചെറിയ അവധിക്കാലത്തൊക്കെ വേണമെന്നുള്ളത് നമുക്ക് ആലോചിക്കാം. ഓക്കെ, ഓണം വെക്കേഷനും ക്രിസ്മസ് വെക്കേഷനും ഒക്കെ. എന്തായാലും വളരെ എൻജോയ് ചെയ്തു ഈ ഒരു 2 മാസം. ഒരുപാട് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പലപ്പോഴും ഈ സമയം കണ്ടെത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ